ഹലോ ചങ്ങാതിമാരെ, ഞാൻ പ്രകാശൻ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ റോസിക്ക് കണ്ടോ ബിറ്റ് ഇട്ടിട്ട് നമ്മളെ ഷാഡൽ ഉണ്ട് നമ്മുടെ അടുത്ത്. കണ്ടോ ഷാഡൽ, ഈ ഷാഡൽ എങ്ങനെ കെട്ടും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ ഈ കയറൊക്കെ അഴിച്ചിട്ടാണ് ഇത് ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ കയർ അഴിച്ച് നമ്മൾ ബിറ്റ് ഇട്ടതിന് ശേഷമാണ് ഷാഡൽ കെട്ടുക. അപ്പോൾ ഷാഡൽ കെട്ടുന്നതിൻ്റെ ആ സിസ്റ്റം രീതി എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം. അപ്പോൾ ഷാഡലിടുമ്പോൾ നമ്മൾ വളരെ സ്പീഡിൽ ഇങ്ങനെ കൈ കൊണ്ട് വളരെ സ്പീഡിലൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് പേടിച്ചിട്ട് മാറും. ഇപ്പം ഇണക്കമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അത്യാവശ്യം ഇണക്കം കമ്മിയായ കുതിരകളുടെ അടുത്ത് അങ്ങനെ നമ്മൾ ഏതൊരു കാര്യം സ്പീഡിൽ ചെയ്യാൻ പാടില്ല. വളരെ ഫ്രീ ആയിട്ട് ചെയ്യണം. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ബിറ്റ് ഇടാനൊക്കെ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഈ ബിറ്റ് നമ്മൾ എപ്പോഴും ഇങ്ങനെ മടങ്ങുന്ന ഇത് ഇടാൻ പാടില്ല. നേരെ തിരിക്കുക. ഇങ്ങനെയാകുമ്പോൾ കിട്ടതാ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ ഒരു ചെറിയൊരു ബെൻഡ് ഉണ്ട് അവിടെ. അല്ല അങ്ങനെ അതേപോലെ തിരിച്ച് പെട്ട് കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ബെൽറ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ഇങ്ങനെ വെറുതെ വെച്ച് കൊടുത്താൽ മതി. പഴക്കം ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടത്. അപ്പോൾ അതൊക്കെ അങ്ങനെ പല്ലിയുടെ വെറുതെ മുട്ടിച്ച് കൊടുത്താൽ മതി. മുട്ടിച്ച് കൊടുത്താൽ ഇട്ടോളൂ. ഇട്ടടി കണ്ടോ, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ ഈ കയറിങ്ങനെ ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇട്ടു. ഇനി ഇത് ഇടുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ബിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ നാക്ക് ഇനി ബിറ്റിൻ്റെ അടിയിൽ കൂടെ അത് ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ അങ്ങനെ നോക്കി അറിയാണ്ട അങ്ങനെ അടിയിൽ കൂടെ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ ഇടണം. അല്ലാണ്ട് നാക്ക് മുകളിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടാവും. പിന്നെ അങ്ങോട്ട് പിടിയും വലിയാവും, നാക്ക് പൊട്ടും, അതൊക്കെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇടുന്ന സമയത്ത് എപ്പോഴും വളരെ സോഫ്റ്റ് ആയിട്ട് പതുക്കെ ഒഴിഞ്ഞിട്ട് അതുപോലെ ചെവി. അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കണ്ടോ, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബെൽറ്റ് കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ചെവി ഇങ്ങനെ ഉള്ളിൽ കൂടി എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് രണ്ടും കറക്റ്റായി. കണ്ടോ, ഇത് കറക്റ്റായില്ല. ഇനി നമ്മൾ ഈ രണ്ട് സാധനമില്ല, ഇതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഇങ്ങനെ ഇടുക. കണ്ടോ, ഇങ്ങനെ ഇട്ടിട്ട് ഈ മുടിനെ നമ്മളിങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ട ചന്തമായി. അപ്പോഴാണ് ഈ ചെവി ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുക. ഉഷാറല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലിപ്പ് നമ്മൾ ഇത് വെറുതെ ഇങ്ങനെ നമുക്ക് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇതിലിടുക. ഇട്ട് കഴിഞ്ഞാൽ ഇനി ഈ കയറിൻ്റെ ആവശ്യമില്ല. ഈ കയറിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഊരിയെടുക്കുന്നില്ല, കാരണം നമ്മൾ ഷാഡൽ കെട്ടുന്നത് കാണണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് തൽക്കാലം നമ്മൾ ഇങ്ങനെ ഇവിടെ കെട്ടാം. അല്ലെങ്കിൽ ഇത് ഊരിയെടുത്തിട്ട് ഇതിൽ കെട്ടി വെക്കാം. ഇതൊരു പ്രത്യേക ചെറിയൊരു കെട്ടാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ ലൂസാക്കിയാൽ ലൂസാവും. എന്നിട്ട് എടുക്കാം. ഇത്രയേ ഉള്ളൂ. എടുത്ത ആൾ ഫ്രീ ആയി. ഇനി ഈ കയറിൽ നമ്മൾ എങ്ങോട്ട് വിളിച്ചാലും വരും. അപ്പോൾ ഇവനമ്മ തൽക്കാലം നമ്മൾ ഇവിടെ കെട്ടി. ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി നമുക്ക് ഷാഡൽ. ഈ ഷാഡല് കുറെ ആൾക്കാർ ഈ വാലാസനം ഇല്ലാതെയും കെട്ടുന്നുണ്ട്. വാലാസനം പറയുന്ന സാധനം ഇതിനെയാണ്. ഇതിപ്പോൾ തൽക്കാലം ഞാൻ ഇതിന്റെ വാലാസനം വേറെയാണ്. ഞാനിപ്പോൾ തൽക്കാലം കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ഒരു ഇത് ഞാൻ അങ്ങനെ ഇടുന്നത് കാണിച്ചു തരാം. ആദ്യം ഇവനെ ഇങ്ങനെ പുറത്ത് വെക്കുക. പുറത്ത് വെക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വാലാസനം ഇതിനെ ഈ വാലിന്റെ ഉള്ളിൽ കൂടെ കറക്റ്റ് ആയി നോക്കിയോ. വാലിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇടുക. എന്നിട്ട് കടി ഉണ്ടോ, എന്നിട്ട് അവൻ ടൈറ്റിൽ പിടിച്ചു. ഇനി ഈ വാലാസനപ്പം ഇങ്ങനെ ഇട്ടില്ലേ, ഇനി ഇതിനെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ലോഡായി. ഇനി ഇത് കുട്ടികൾക്ക് ചവിട്ടാൻ പാകത്തിനാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. വലിയവർക്കാണെങ്കിൽ കുറച്ചുകൂടി ഇറക്കണം. അപ്പോൾ ഇതിൽ ഈ ഒരു ബെൽറ്റ് കൊടുത്തു.
ഇനി ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ ബെൽറ്റ് ഇങ്ങനെ കൊണ്ടുവരണം. കണ്ട, ഇതാണ് ഇതിന്റെ പൊസിഷൻ. നമ്മൾ ഇങ്ങനെ കയറ്റി വെക്കാൻ പാടില്ല. കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഓടുന്ന സമയത്ത് ലൂസായാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇറങ്ങിയാൽ മുകളിലിരിക്കുന്ന ആൾ വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് കണ്ട, ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് നോക്കിക്കോ, കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വലിക്കുക. വലിച്ചിട്ട് ലോക്കിട്ടു ഇങ്ങനെ വലിച്ചു വിടാം. അതുപോലെ ഇത് വരണം, അതുപോലെ ഇങ്ങനെ വെച്ചിട്ട് വലിക്കുക. ലോക്കായി. ഇവിടെ ലോക്കായി. ഇത് വലിയ കുതിരയ്ക്കാണെങ്കിൽ ലൂസ് ആക്കി ഇടണം. മീഡിയം ആൾക്കാർക്കാകുമ്പോൾ ഇത് ഇങ്ങനെ അടിച്ചാൽ മതി. ഇത് കുറച്ചുകൂടി ടൈറ്റിൽ നിൽക്കണം. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ടൈറ്റായി കെട്ടി കഴിഞ്ഞാൽ നമ്മൾ ഓടുന്ന സമയത്ത് നമുക്ക് വലുതായിട്ട് ബുദ്ധിമുട്ടുകൾ വരില്ല. പിന്നെ ഈ വാലാസനം നമ്മൾ ഇട്ടിട്ട് കുട്ടികളെ ഇരുത്തുന്നതാണ് കുറച്ചുകൂടി നല്ലൊരു നമുക്ക് ഗുണം ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുതിര ഓടുന്ന സമയത്ത് ഈ ഭാഗം പൊന്തി കഴിഞ്ഞാൽ നമ്മൾ തെറിച്ച് നമുക്ക് ബാലൻസ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പൊ ഇവൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് കുതിര ഓടുമ്പോൾ ഇതിന് പൊന്തില്ല. ഈ പൊന്താണ്ടാകുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ബാലൻസ് കൂടുതൽ കിട്ടും. ഇനി ചെയ്യേണ്ടത് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെ വെച്ചിട്ട് വളരെ ലൂസ് ആയിട്ട് കേട്ടോ, ഇത് ഞാൻ വെറുതെ സപ്പോർട്ടിന് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇതിന്റെ ബെൽറ്റ് വേറെയാണ്. ഇത് നിങ്ങൾ എന്താ ഇതെങ്ങനെ ഉള്ളത് വിചാരിക്കണ്ട, ഇതിന്റെ ബെൽറ്റ് വേറെയാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് ലൂസ് ആയിട്ട്, ഇത് ടൈറ്റ് ആക്കാൻ പാടില്ല. ഇതിന്റെ ഇവിടെ ഒരുപാട് ടൈറ്റ് ആക്കി നിന്നാൽ കുതിരയ്ക്ക് ബുദ്ധിമുട്ടാകും. അപ്പൊ ഇത് ചെറിയൊരു സപ്പോർട്ടിന് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇതിന്റെ ഇതേ മരത്തെ ലോക്കൽ ലിങ്ക് അമർത്തുന്നുണ്ട്, അതിൽ വെച്ച് അപ്പോൾ ഇതിന്റെ ബെൽറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഇതിലിട്ടിട്ട് ഇങ്ങനെ കെട്ടും. ഇങ്ങനെ വെച്ചിട്ട് കെട്ടുക. ഇവിടുത്തെ ഒരുപാട് ടൈറ്റ് ആവാതെ ലൂസിൽ ഇങ്ങനെ വെച്ചിട്ട് ലോക്ക് ചെയ്ത് കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഷാഡിൽ നമ്മളെ ഓടുന്ന സമയത്ത് അങ്ങോട്ടും പോകില്ല, അതുപോലെ ഇവിടെ ഇത് തടസ്സമുള്ളത് കൊണ്ട് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്കും വരില്ല. അപ്പൊ അതുപോലെ ഇത് ടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ചരിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബെൽറ്റ് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഓടുന്ന സമയത്ത് ഈ ഷാഡിൽ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ വരുമ്പോഴാണ് പല ഭാഗത്തും ഇതേമാതിരി അപകടം സംഭവിക്കുന്നത്. അവർ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുകളിലിരിക്കാനുള്ള ബാലൻസ് കിട്ടില്ല, ചവിട്ടി വീഴുമ്പോൾ അറിയാത്തവർ ആണ് ഇതിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ കാല് കുടുങ്ങിയാൽ അത് പിന്നെ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് മാറും. അപ്പോൾ കുതിരന്റെ മുകളിൽ നിന്ന് ചാടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആദ്യം ഇതിൽ നിന്ന് കാല് ഊരിയെടുത്തിട്ടേ ഇറങ്ങാവൂ. അത് ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ചെക്കനെ വിളിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ കുട്ടികളെ ഇരുത്തുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാം, ഇവിടെ നിന്ന് ഈ ബെൽറ്റ് വരുന്നുണ്ടല്ലോ, ഈ ബെൽറ്റ് വരുന്നതില് ഇവിടുന്ന് ഇതാ കാണിച്ചു തരാം. ഇതില് ഒരു കയറ് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്തിട്ട് ഈ രണ്ട് ബിറ്റിലും കൂടി ജോയിന്റ് ചെയ്തിട്ട് ഇവിടെ ഒരു കയറ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ നിൽക്കുന്ന ഈ പൊസിഷനിൽ തന്നെ നമ്മൾ ഇതിൽ ലോക്ക് ചെയ്ത് വെക്കണം. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിധി കൂടുതൽ ഓടില്ല. അത് ഇവിടെ ഒരു വലുവ് വരും. ഇതിന് മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ലോഡായി, ഇവിടെ ഇങ്ങനെ ലോഡായി. ഈ ഒരു അളവിൽ കറക്റ്റായി നിൽക്കും. അങ്ങനെ താഴ്ന്ന പുല്ല് തിന്നാൻ പറ്റില്ല. അതായത് കുതിര ഓടുന്ന സമയത്ത് പുല്ല് കണ്ട് അവിടേക്കൊക്കെ ഓടും. അപ്പൊ അത് ഓടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരു കയറ് വെക്കുന്നത്. അപ്പൊ കുട്ടികളെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിന്നിട്ട് കിട്ടിയ വഴിക്ക് ഇങ്ങനെ പുല്ല് കണ്ട അവിടേക്ക് ഓടിയിട്ട് താന്ന് പുല്ല് തിന്നാനൊക്കെ ശ്രമിക്കും. അപ്പൊ ഇവിടെ ഇത് കെട്ടിക്കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ട്. അപ്പൊ നമ്മള് അതങ്ങനെ പറയാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് കറക്റ്റ് അളവിന് കെട്ടിയത് കൊണ്ടാണ്. ഇപ്പൊ ഇത് ഓപ്പൺ ആണല്ലോ, ഇപ്പൊ ഈ ബിറ്റിടുന്നത് ഇത് ഓപ്പൺ ആയതുകൊണ്ട് ഫുൾ ആയിട്ട് എല്ലാം കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് വേഗം പുല്ല് കണ്ട് അവിടേക്കൊക്കെ ഓടും. അതേ സമയത്ത് നമ്മൾ മുഖപ്പട്ടി ഇട്ടിട്ടാണ് ഓട്ടണമെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ കിട്ടിയ വഴിക്കൊന്നും ഓടാൻ നിൽക്കില്ല. കറക്റ്റ് ഇതിന്റെ സ്ട്രൈറ്റ് ആയിട്ട് നോക്കും. അതായത് ദൂരത്തേക്കുള്ള ദൃഷ്ടിയാണ് ഇതിന് കൂടുതൽ ഈ കുതിരകളൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആണെങ്കിൽ മാത്രമേ പുല്ല് കണ്ട അവിടേക്കൊക്കെ ഓടുള്ളൂ. പക്ഷെ നെറ്റിപ്പട്ടി ഇട്ടിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ, അതായത് ഇതിന്റെ ഒരു ഫുൾ കവറിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. മുഖപ്പട്ടി എടുത്തിട്ട് അതിട്ടിട്ട് ഓടുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ മറിഞ്ഞിട്ട് നിൽക്കുമ്പോൾ എത്ര ദൂരത്തേക്ക് വേണ്ട ലോങ്ങിലേക്ക് നോക്കിയിട്ടേ പോകുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ പുല്ലോ അല്ലെങ്കിൽ വേറെ എന്ത് തന്നെ കണ്ടാലും ഇത് അങ്ങനെ പെട്ടെന്ന് ചാടി പല വഴിക്കും പോകാൻ നിൽക്കില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിലിടുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ കുട്ടികളെ ഇരുത്തിട്ട് പോണത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പുല്ല് ഞാനൊക്കെ പോണ പ്രശ്നമുള്ളൂ. വലിയവർക്കാകുമ്പോൾ പിന്നെ വിഷയമില്ല, പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കും.
അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്നിട്ട് നമ്മുടെ ചെക്കനെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം, ആ മുഖപ്പട്ടയും കൂടി കാണിച്ചു തരാം. അപ്പോൾ മുഖപ്പട്ട പറയണത് ഇതാണ്. ഇതിന്റെ ഇത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യുമ്പോൾ വെക്കുന്ന സാധനമാണ്. വണ്ടിയിൽ വെക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് കണ്ണും ഇങ്ങനെ കറക്റ്റായിട്ട് മറയും. മറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് എവിടെയും പോവില്ല. സുഖമായിട്ട് നമ്മൾ സ്ട്രൈറ്റ് നോക്കി അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ എത്ര സ്പീഡിൽ വേണമെങ്കിലും ഓടിക്കാം, അവനെ കറക്റ്റ് റോട്ടിൽ കൂടെ പൊക്കോളും, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് മാത്രം ഇട്ടിട്ട് നമ്മൾ റൈഡിങ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ണ് ഓപ്പൺ ആണ്, ഇങ്ങനെ എല്ലാവരുടെയും കാണാൻ സാധിക്കുന്നത് കൊണ്ട് കിട്ടിയ വഴിക്ക് ഓടാൻ സാധ്യതയുണ്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ കണ്ണ് മറിയാകുമ്പോൾ പിന്നെ ആ പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളിതിനെ ചക്കനെ ഒന്ന് മുകളിൽ കയറി ഇരുത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിന്റെ പെർഫോമൻസ് ഓടിക്കണമെന്നില്ല, വെറുതെ നടത്തുന്നതേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ബാ, ഇപ്പൊ ആള് ശരിക്കും റെസ്റ്റിന്റെ ടൈമാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ ആള് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ബാ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി നടത്തും. അത്യാവശ്യം കുറേശ്ശായിട്ട് ഓടിക്കുകയും ചെയ്യും. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ആൾ ഉഷാറാവും. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ഓടിക്കാൻ. ആൾക്ക് 2 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ കൂടുതൽ ലോഡ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇപ്പോൾ റൈഡിങ്ങിന് ഉള്ളത്. അപ്പൊ ആള് ഇതിപ്പോ എന്റെ മകനാണ്. അവൻ ഇതപ്പോ കുറേശ്ശെ തുടങ്ങി. ഇനി ഒരാഴ്ച കൊണ്ടൊക്കെ ആള് ഒന്ന് സ്റ്റഡി ആവും. അപ്പോൾ ഇനി ഒരാഴ്ചയും കൂടി ആൾക്ക് ട്രെയിനിങ് കൊടുത്താൽ ആള് ഉഷാറാവും. ഇപ്പൊ ഒരുവിധം ഇപ്പൊ നടത്താൻ തുടങ്ങിയിട്ടുണ്ടാവും ഒറ്റയ്ക്ക്. ഇതിപ്പോ ഞാൻ എടുക്കുമ്പോൾ പിടിച്ചെന്നേ ഉള്ളൂ. അവൻ ഒറ്റയ്ക്ക് നടത്തിക്കോളും. അതുപോലെ ഓടാനായിട്ടില്ല, ഓടാൻ കുറേശ്ശേ ഓടുള്ളൂ. അപ്പൊ ആള് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി ഒരു 10 ദിവസം, മാക്സിമം 10 ദിവസം കഴിഞ്ഞാൽ ആള് നല്ല രീതിയിൽ തന്നെ ഓടിക്കാൻ തുടങ്ങും. പിന്നെ അത്യാവശ്യം വേണ്ടപ്പെട്ട ആൾക്കാർ ആരെങ്കിലും ഇത് വന്ന് ചോദിക്കുകയാണെങ്കിൽ, കുട്ടികൾക്കാണെങ്കിൽ റൈഡിങ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ ഒരു 10-20 ദിവസം ആകും. കാരണം ആദ്യം കുട്ടികൾ മുകളിൽ കയറി, ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന വരില്ല, മുകളിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് കൈയും കാലൊക്കെ വരയ്ക്കും. അപ്പൊ അത് ആദ്യം ഒന്ന് ഇരുന്ന് സീറ്റിംഗ് ആയി അവനൊന്ന് ഒറ്റയ്ക്ക് നടത്താൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ 10 ദിവസം ആകും. അപ്പൊ അത് കഴിഞ്ഞ് ഒന്ന് ഓടിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അവർ ഒറ്റയ്ക്ക് ഓടിക്കും. അതാണ് നമ്മൾ പറയുന്നത്. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുക. അപ്പൊ ചെറിയ ഫീസൊക്കെ വാങ്ങിക്കും. നമുക്കും ചിലവിന് അതിനൊന്ന് മൈൻഡിനൊക്കെ ചെയ്യണ്ടേ. അപ്പൊ അതിന് വേണ്ടി അപ്പൊ അങ്ങനെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചെയ്തു കൊടുക്കാം. അപ്പൊ ആദ്യം ഇവനെ ഒന്ന് സ്റ്റഡി ആക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇവന് വരെയുള്ള പിള്ളേർ തന്നെയാണ് ഇപ്പോൾ ഇവിടെ കുറേ ഉണ്ട്. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ആരൊക്കെ എങ്ങനെ വരുന്നൊന്നും അറിയില്ല. അതൊക്കെ നമുക്ക് കണ്ടന്റ് അറിയണം. ഇപ്പോൾ ആളിപ്പോൾ 2 വയസ്സിലായിട്ടുള്ളൂ. അപ്പൊ നമ്മളെ വലിയ ആൾക്കാരൊന്നും കയറിയാൽ താങ്ങില്ല. കുട്ടികൾക്ക് ആദ്യം, പിന്നീട് ഒരു ദിവസം ഒരു 3 വയസ്സ് 3.5 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളെ വരെയുള്ള ആൾക്കാരൊക്കെ കയറിയിരിക്കാൻ പറ്റും. ഇപ്പൊ താങ്ങില്ല. ആ ഒരു കുഴപ്പമില്ല. ഇണക്കമുള്ള ആളാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. ഇതപ്പോൾ മൂപ്പര് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മൂപ്പര് മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇടങ്കാടുള്ള കുതിരകളെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല, സമ്മതിക്കില്ല, കടിക്കാനൊക്കെ പോകും. ഇത് ആ പ്രശ്നങ്ങളൊന്നുമില്ല. കടിക്കില്ല, ചവിട്ടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ആള് വളരെ ഡീസൻ്റ് ആണ്. കുഴപ്പമില്ല.